വർഷങ്ങൾക്ക് പിറകെ നടന്നപ്പോൾ എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാറിന് തന്റെ പരിമിതികളൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലുണ്ടായ അപകടത്തിൽ വലത് കൈ നഷ്ടപ്പെട്ട പാർവതിക്ക് സ്വപ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടത് തന്റെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാകാതെ തന്റെ കഠിന പ്രയത്നവും ആത്മവിശ്വാസവും കൊണ്ട് പാർവതി നടന്നു കയറിയത് വിജയത്തിന്റെ വഴിയായിരുന്നു. ഇന്നലെ രാവിലെയാണ് ആലപ്പുഴ സ്വദേശിനിയായ പാർവതി ഗോപകുമാർ എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേറ്റത്. LLB പഠനകാലത്ത് ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന എസ് സുഹാസിന്റെ ഓഫീസിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയതോടെയാണ് പാർവതി IAS എന്ന സ്ഥാനം സ്വപ്നം കണ്ടു തുടങ്ങിയത്. അന്ന് സബ് കളക്ടറായിരുന്ന VR കൃഷ്ണതേജ പാർവതിയുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നു. പിന്നീട് ആ സ്വപ്നം കൈപ്പിടിയിലൊതുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു പാർവതി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനോടൊപ്പം ഇരുചക്രവാഹനത്തിൽ ആലപ്പുഴ ചിറപ്പുത്സവം കാണാൻ പോകുമ്പോഴുണ്ടായ അപകടത്തിലാണ് പാർവതിക്ക് വലത് കൈ നഷ്ടമായത്. എന്നാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ച് ജീവിതം കഴിച്ചുകൂട്ടാൻ ആ കുഞ്ഞു പാർവതിക്ക് കഴിയുമായിരുന്നില്ല. വലത് കൈ നഷ്ടമായപ്പോൾ ഇടത് കൈകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാർവതി പരിശ്രമിച്ചു. നഷ്ടപ്പെട്ട വലത് കൈക്ക് പകരമായി ഇടത് കൈകൊണ്ട് സ്ലേറ്റിൽ എഴുതി പഠിച്ചു തുടങ്ങി. പിന്നീട് നഷ്ടപ്പെട്ട കൈക്ക് പകരം കൃത്രിമ കൈ ഘടിപ്പിച്ചു. 2021 ബാംഗ്ലൂരിലെ നാഷണൽ ലോ കോളേജിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയത്. പിന്നാലെ സിവിൽ സർവീസിനായി പരിശ്രമങ്ങൾ തുടങ്ങി. ആദ്യത്തെ പരിശ്രമത്തിൽ സിവിൽ സർവീസ് കൈവിട്ടു പോയെങ്കിലും 2ാം തവണ പരിശ്രമം കൊണ്ട് 282ാം റാങ്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിഞ്ഞു. ആലപ്പുഴ കളക്ടറേറ്റിൽ തഹസീൽദാരായ KS ഗോപകുമാറാണ് പാർവതിയുടെ അച്ഛൻ. അമ്മ ശ്രീകല S നായർ കക്കാഴം ഗവൺമെന്റ് HSSലെ അധ്യാപികയാണ്. അച്ഛൻ ജോലി ചെയ്തിരുന്ന ആലപ്പുഴ കളക്ടറേറ്റിൽ തന്നെ അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കാനായിരുന്നു പാർവതിയുടെ ആഗ്രഹം. എന്നാൽ അത് സാധിക്കാത്തതിനാൽ തൊട്ടടുത്ത ജില്ലയിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും പാർവതി അഭിമാനത്തോടെ പറയുകയാണ്.